ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ന്യൂ ഇയർ സ്പെഷ്യൽ ഡേറ്റ്സ് കേക്ക് ഉണ്ടാക്കി നോക്കിയാലോ. ഓവനോ ബീറ്ററോ ഒന്നും തന്നെ ഇല്ലാതെ ഈ ഡേറ്റ്സ് കേക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാനിലേക്ക് അരക്കപ്പളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് കാരമലൈസ് ചെയ്തിട്ട് എടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് സൈഡൊക്കെ ഒരു ബ്രൗൺ കളറായി വരുന്ന സമയം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി നന്നായിട്ട് തന്നെ ഒന്ന് കാരമലൈസ് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ ഏകദേശം ഒരു കളറ് ആയിട്ടുണ്ട്. തീ ഒന്ന് ഞാൻ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം അതിലേക്ക് ഒരു അരക്കപ്പളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒരുമിച്ച് ഒഴിക്കേണ്ട, ആദ്യം കുറച്ചൊഴിച്ച് ശേഷം ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഡേറ്റ്സ് ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഡേറ്റ്സ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഒരു 10-15 ഡേറ്റ്സ് നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നമുക്കൊന്ന് കുറുക്കിയിട്ട് എടുക്കണം. നന്നായി തിളച്ചു വരുന്ന സമയം നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗ്രാമ്പൂ പൊടിച്ചതും 1/4 ടീസ്പൂൺ അളവിൽ പട്ട പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ ഗ്രാമ്പൂ പൊടിച്ചത് ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിക്കുന്ന സമയത്ത് ഗ്രാമ്പൂവും ഒരു കഷ്ണം പട്ടയും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ച് എടുത്തിട്ടുണ്ടായിരുന്നാൽ മതിയായിരിക്കും. ഇവിടെ നന്നായിട്ട് കുറുക്കി വെള്ളമൊക്കെ വറ്റി ഒന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിലും കൂടുതലായിട്ട് ചെയ്യണ്ട. അപ്പോൾ തണുക്കുമ്പോൾ കുറച്ചുകൂടി കട്ടിയാകും. അപ്പോൾ അതവിടെ ഇരുന്ന് തണുക്കട്ടെ. ഈ ടൈമിൽ ഓവൻ സെറ്റപ്പ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതിലേക്ക് ഒരു 2 മുട്ട ചേർത്ത് ഹൈ സ്പീഡിൽ തന്നെ നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചിട്ട് എടുക്കാം. ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിലോ ബട്ടറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്ത ശേഷം ലോ സ്പീഡിൽ ഒരു 10 സെക്കൻഡ് ഒന്ന് അടിച്ചിട്ടെടുക്കാം. ഡേറ്റ്സ് ഒക്കെ ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുക്കുമ്പോൾ ഡേറ്റ്സിന് ഒട്ടും തന്നെ ചൂടുണ്ടാകാനായിട്ട് പാടില്ല. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പതുക്കെ ഒന്ന് എല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. കുത്തി ഇളക്കണ്ട, പതുക്കെ ഒന്ന് സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നാൽ മതിയായിരിക്കും. ഇവിടെ ഡേറ്റ്സ് ഒക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്ത ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് 1/4 കപ്പ് അളവിൽ മൈദ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ള ഉപ്പ് അതുകൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഈ മൈദയുടെ മിക്സ് ഇതിലേക്ക് തന്നെ ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. 3 തവണ അരിക്കണം നിർബന്ധമില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിച്ചെടുക്കാവുന്നതാണ്. ശേഷം ആ സ്പൂൺ വെച്ചിട്ട് തന്നെ നമുക്ക് പെതിയെ ഒന്ന് എല്ലാം മിക്സ് ചെയ്തിട്ട് എടുക്കാം. സ്പാച്ചില ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പാച്ചില ഉപയോഗിക്കാം. അഥവാ വിസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ്ക് യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ എല്ലാം ഒരുവിധം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് മതി, അതവിടെ ഇരിക്കട്ടെ. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സ് ചേർത്ത് കൊടുക്കാം. കാഷ്യൂസോ ബദാമോ പിസ്ത, നിങ്ങൾക്ക് ഏത് നട്ട്സാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 10-12 കാഷ്യൂസ് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുത്ത ശേഷം 1 ടീസ്പൂൺ മൈദയിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നട്ട്സ് നമുക്ക് താഴെ പോയി സെറ്റിലാകാതെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ കിട്ടും. അതുകൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുക്കാം. ബാറ്റർ ഈ ഒരു തിക്നെസ് മതിയായിരിക്കും. ഇനി നമുക്ക് ട്രേ ഒന്ന് ഗ്രീസ് ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ നമ്മുടെ ബിരിയാണിയൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ട്രേ ഇല്ലേ, അപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അവൈലബിൾ ആണ്. അപ്പം ഞാൻ ഇതുപോലൊരു ട്രേ എടുത്തിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് ബേക്കിംഗ് ട്രേ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ സാധാരണ ടിഫിൻ ബോക്സ് ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുത്താലും മതിയായിരിക്കും. ഇനി ബാറ്റർ നമുക്ക് മുഴുവനായിട്ട് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ബേക്കിംഗ് ട്രേയുടെ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം മാത്രമേ ബാറ്റർ ഉണ്ടാകാനായിട്ട് പാടുള്ളൂ. ഞാനിവിടെ ഒഴിച്ചപ്പോൾ ഏകദേശം ട്രേ ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ കേക്കിന് മുകൾ വശം പൊങ്ങി വരാനോ ക്രാക്സ് ഒക്കെ വരാനോ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിനി എന്തായാലും ഇത് മാറ്റുന്നില്ല. അപ്പം ഞാൻ അതൊന്ന് സ്ക്യൂർ വെച്ച് ഒന്ന് കുത്തി കൊടുത്തിട്ട് ഒന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കാം. നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്നൊന്ന് നോക്കാം.
മുകളിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ ഒരു ട്രേയും കൂടെ എടുത്ത് അതിലേക്ക് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഓവൻ സെറ്റപ്പ് ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പതുക്കെ ട്രേ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു 45 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലും ഒന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. എൻ്റെ ബേക്കിംഗ് ട്രേ ചെറുതായതുകൊണ്ട് തന്നെ കേക്കിന് ചെറിയൊരു ക്രാക്ക് വീണിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നല്ല ഭംഗിയായിട്ട് തന്നെ കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒന്ന് കുത്തി നോക്കാം. മൂന്നാലെടുത്ത് കുത്തി നോക്കി പറ്റി പിടിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം കേക്ക് നമുക്ക് പതുക്കെ പുറത്തേക്ക് എടുക്കാം. തണുക്കാനായിട്ട് മാറ്റി വെക്കാം. കേക്ക് ഇതാ ഇവിടെ നല്ലോണം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ സൈഡിൽ നിന്നൊക്കെ ഒന്ന് പതുക്കെ വിടിവിച്ച് കൊടുത്ത ശേഷം കമഴ്ത്തിയിട്ട് നമുക്ക് കേക്ക് ഒന്ന് ഡീമോൾഡ് ചെയ്തിട്ടെടുക്കാം. കേക്ക് ഇവിടെ ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ കേക്ക് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് പീസസ് ആക്കിയിട്ടെടുക്കാം. കേക്ക് നല്ല സോഫ്റ്റ് ആട്ടോ. കത്തി ഇങ്ങനെ തൊടുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകുന്ന പോലെ ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പം ഞാൻ എല്ലാ പീസസും ഒന്ന് കട്ട് ചെയ്തിട്ട് അതൊരു ട്രേയിലേക്കൊന്ന് വെക്കട്ടെ. കേക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല റിച്ച് ആയിട്ടുള്ളൊരു കേക്കാണ്. നമ്മൾ ഡേറ്റ്സൊക്കെ ഒന്ന് സോക്ക് ചെയ്തിട്ട് ഇട്ടതുകൊണ്ട് തന്നെ കേക്ക് നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. എല്ലാ ഭാഗത്തേക്കും ഡേറ്റ്സൊക്കെ നമുക്ക് ഓരോ ബൈറ്റിലും നമുക്ക് ആ ഡേറ്റ്സിൻ്റെ ടേസ്റ്റ് നമുക്ക് എടുത്തറിയാനായിട്ട് സാധിക്കും. നല്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പം നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാകും. ഇതേ കണ്ടില്ലേ, കേക്കിൻ്റെ ആ ഡേറ്റ്സൊക്കെ എല്ലാ ഭാഗത്തേക്കും നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. കേക്ക് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാവേ. കണ്ടില്ലേ, അടിപൊളി കേക്കാണ്. നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ളൊരു കേക്കാണ്. ടേസ്റ്റിൻ്റെ കാര്യമാണെങ്കിൽ ഒന്നും പറയാനില്ല, പറയാനൊന്നുമില്ല. നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കും, നിർത്താനേ തോന്നില്ല. അതുപോലെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി കേക്കാണ്. അപ്പം നിങ്ങൾ ഈ രീതിയിൽ കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാകും. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. വീഡിയോ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. അപ്പോൾ ഈ ന്യൂ ഇയറിന് എല്ലാവരും ഡേറ്റ്സ് കേക്ക് വീട്ടിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.